സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിൽക്കുന്ന കോവിഡിന് ശേഷമുള്ള മലയാള സിനിമയെ ഏറ്റവും അതായത് ഒരു മാക്സിമം ഗ്യാരണ്ടീഡ് ആണല്ലോ ആക്ച്വലി സ്പീക്കിംഗ്. അതൊരു ചെറിയ അച്ചീവ്മെന്റ് അല്ല. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു ആക്ടറാണ് ഇപ്പോഴും, വെരി മച്ച്. അത് ഇപ്പോഴും ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ്റെ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് റോളുകൾ കാണുന്നുണ്ടല്ലോ. ഇത് ഈ സിനിമയ്ക്കായിട്ട് മാത്രം ആവരുത്. ഇപ്പൊ കുമാരേട്ടൻ അതിൽ അവസാനം പറഞ്ഞ പോലെ ആയിപ്പോയി, എന്നും കൂട്ടു വേണം ഈ മലർവാടിയിൽ എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആയി. ബേസിലിനെ നമുക്ക് എപ്പോൾ കണ്ടാലും മനുഷ്യനറിയാം അയാളുടെ ഒരു എനർജിയും ആ ചിരിയും ഉണ്ടാവും. ധ്യാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണേലും സ്വന്തമായിട്ട് പുള്ളി സ്വയം കുറ്റം പറയുന്നത് കേൾക്കാം. എൻ്റെ അഡ്മിൻ്റെയൊക്കെ ഒരു ഗുണം അതാണ്. ഞാൻ വീണ്ടും ഇനി അഡ്മിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഇയാളെക്കുറിച്ചല്ലേ പറഞ്ഞു, കൃത്യവും വ്യക്തമായിട്ട് എന്നെ തെറി പറയുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. ഞാൻ ബാലേട്ടനെ ഫസ്റ്റ് ബാലേട്ടനെ കണ്ടപ്പം അദ്ദേഹം ഇല്ല. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് അവരെ ഒന്നിപ്പിക്കാൻ മീരയും ചേട്ടച്ചനെയും. അതൊരു വല്ലാത്ത സാറ്റിസ്ഫൈ പോയി. ഇപ്പം ഇതിൽ തന്നെ ഇപ്പം ഞാൻ വിപിൻ്റെ ജേണി ഞാൻ വിട്ടുപോയത്. പക്ഷെ വിപിൻ്റെ ഉണ്ണിമൂലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അർജുനോട് തന്നെ ചേർന്ന് പോകുന്ന വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഈ ഇത് വന്നപ്പോഴും ഗുരുവായൂർ അമ്പലനടയിൽ വന്നപ്പോഴും അവിടെ അത് നമ്മളൊരു വേറെ തരം എക്സെൻട്രിസിറ്റി ഉള്ള എന്നാലൊരു അതിൻ്റെ ടോട്ടൽ പടത്തിൻ്റെ ഒരു പഞ്ച് ലൈനായി മാറുന്ന ഒരു പാട്ടായിട്ടാണല്ലോ K4 കല്യാണം വരുന്നത്. അതും ഇവർ വളരെ വിയേർഡായ ആളുകളാണ്. ഇവരെന്നെ എങ്ങനെ എടുത്തുകൊണ്ട് പോയാലും ഞാൻ ഓക്കെ ആണ് എന്ന് കരുതുന്ന ഒരു അജു ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അത് മിഥുൻ്റെ കോളിലും അല്ലെങ്കിൽ ഇവരുടെ എല്ലാം പിന്നെ വിനീത് മുതൽ ഈ പറഞ്ഞ ആളുകളെല്ലാം അവരെങ്ങനെ പ്ലേസ് ചെയ്താലും എനിക്ക് അവരുടെ മേൽ കോൺഫിഡൻസ് ഉണ്ട് അല്ലേ. ഇവരുടെ ക്രാഫ്റ്റിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. പിന്നെ ഇവരായിട്ടുള്ള എൻ്റെ മാനസിക പൊരുത്തം നല്ലതാണ്. അത് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് പറഞ്ഞറിയിക്കണ്ട. ചില 2 വാക്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇവർക്ക് അധികം എഫേർട്ട് ഉള്ളിലുണ്ടാവാട്ടോ, എനിക്കറിയില്ല, അത് ഞാൻ അങ്ങനെ പറയില്ല. പക്ഷേ ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ വിപിൻ്റെ പാട്ട് പാടാൻ വിളിച്ചത് എനിക്ക് വളരെ ഒരു വിഷ്വലൈസ്ഡ് കൂടിയാണ്, രണ്ടും ചേർന്നാണല്ലോ. വോക്കൽ ആൻഡ് വിഷ്വൽ ഉണ്ടല്ലോ. വോക്കൽ പിന്നെയാണ്. ഞാൻ പാട്ട് വന്ന് ചെയ്ത് ഞാൻ പാട്ടിന് പാകാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിലെ ഇതിൻ്റെ കച്ചേരിക്ക് ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, നമുക്കത് ട്രോളും ഞാൻ എയറിലാക്കണ്ടേ. അങ്ങനെ ഞാൻ ഒഴിഞ്ഞു. അങ്ങനെയാണ് ലിറിക്സ് വന്നത്, ബ്യൂട്ടിഫുൾ ലിറിക്സ്. എനിക്ക് ആ ലിറിക്സ് എന്തോ എനിക്ക് അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വേറെ ഒരു മതസ്ഥനാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്ന 1-2 കാര്യങ്ങളാണ്. എല്ലാ ജനുവരി 1-ാം തീയതി വടക്കുന്നാഥിന് മുന്നിൽ ജയേട്ടൻ്റെ എൻ്റെ വീഡിയോ പോകുന്നത്. അത് ഭയങ്കര എല്ലാ ജനുവരി 1-ാം തീയതി എനിക്ക് ആരെങ്കിലും ഒരാളെങ്കിലും അയച്ചു. അപ്പം അത് വടക്കുന്നാഥിൻ്റെ മുന്നിലാണ്. അത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അതേപോലെ മൂകാംബിക ടു കുടജാദ്രി വരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അത് ആർക്കും ഇങ്ങനെ കിട്ടില്ല. ആ വണ്ടി ജീപ്പ് ഓടിക്കാൻ ഒരു ഷോട്ട് എടുത്ത് അവർക്ക് കൊടുക്കാന്നുള്ളതായിരുന്നു. പക്ഷെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു ഷോട്ട് എടുത്തു, വലിയ റിസ്കി ജേണിയാണല്ലോ. റിസ്കി ആണ് ആക്ച്വലി. പക്ഷെ ജീപ്പ് ഗംഭീരം കേട്ടോ, അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് നൈസ്. പക്ഷെ ഈ ഷോട്ട് എടുത്തിട്ട് അവർ പറഞ്ഞു ഓടിക്കണം. അപ്പം ഞാൻ പറഞ്ഞില്ല, നീറ്റാണെങ്കിൽ കൂടെ കഴിയിട്ട് അങ്ങനെ എടുത്തെടുത്ത് ടിൽ കുടജാദ്രി ഞാൻ ഓടിച്ചു. അത് എളുപ്പമുള്ള കാര്യമല്ല അവിടെ. അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ ഗുരുവായൂരും കൂടെ ഒരു ചാൻസ് കിട്ടല്ലേ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഭയങ്കര രസമുള്ളൊരു ഇതാണല്ലോ. അങ്ങനെ ഞാൻ ഗുരുവായൂരിന് അതൊരു ബ്ലെസ്സിങ് ആണോ എന്ന് നമുക്കറിയില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ലിറിക്സും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലിറിക്സ്. വിനായക് കാണുന്നത് ഒരു രീതിയിൽ നമുക്ക് ഫാൻ. ബിബിൻ്റെ പടമാണ്, ഞാൻ റെഡി. ചെന്ന് കഴിഞ്ഞപ്പോൾ ബിബിൻ അത് യൂസ് ചെയ്ത് കണ്ടപ്പോൾ എനിക്കൊരു പേടിയുണ്ട്. ബേസിൽ പിറ്റേ ദിവസം വിളിച്ചു, ഇതേപോലെ കണ്ടു, അടിപൊളിയായിരുന്നു. അവൻ പറഞ്ഞപ്പം ബിബിന് പിന്നെ എന്നെയും സമാധാനിപ്പിക്കാനാണോ അല്ലെങ്കിൽ ബിബിൻ കട്ട് ചെയ്യുന്ന എനിക്കറിയാം, റീടേക്ക് വിളിക്കുന്നറിയാം, എന്നാലും ബിബിന് ഇനിയും ഗസ്റ്റ് റോളിൽ ചെയ്തിട്ട് ഇനി മോശം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ബേസിൽ വിളിച്ച് എൻജോയ് ചെയ്തു. അപ്പം എനിക്ക് അയാളുടെ കാര്യം, അയാൾ അതിൽ ഡയറക്ടറല്ല, ഹീറോ ആണ്. എനിക്ക് സമാധാനം. കാര്യം ഇനിയിപ്പോൾ ടേബിളിൽ അവർക്ക് ഇപ്പുറത്ത് കട്ടാണെങ്കിൽ സേഫ് ആക്കാനുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ ഇതൊന്ന് പാടാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ഒരു അത്യാഗ്രഹം. അങ്ങനെ ഞാൻ ചോദിച്ചതാ ബിബിനോടും അങ്കിതിനോടും, പാടിക്കോട്ടെ, ശ്രമിച്ചോളാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തത്. പക്ഷെ അതാണ് ആ ബ്ലെസ്സിങ് എന്ന് ഞാൻ പറഞ്ഞു. ചില കാര്യങ്ങൾ
ഒരു പാട്ട് ഇത്രയും ഞാൻ രാജുവേട്ടന് മെസ്സേജ് അയച്ചു, ഒരു പാട്ടിന് ഒരു സിനിമയെ ത്രൂ ഔട്ട് വേഷം ചെയ്തതിനേക്കാളും വലിയ ഇമ്പാക്റ്റ് ആണ്. കൊച്ചു കുട്ടികളില്ല കേട്ടാ, കുഞ്ഞുങ്ങൾ 3 ടോഡ്ലേഴ്സ് അല്ലെങ്കിൽ ജസ്റ്റ് അവർക്ക് ഈ കൃഷ്ണ കൃഷ്ണ അങ്കിളായിട്ട് തിരിച്ചറിയുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം, ഒരു പുതിയ തലമുറയിലോട്ട് നമ്മുടെ മുഖം എത്തി. നമ്മൾ നേരത്തെ ഈ വിപിൻ്റെ കാര്യം പറഞ്ഞ പോലെ കുറച്ച് അടുത്ത സ്റ്റെപ്പിലൂടെ ഒരു അപ്ഡേറ്റ് ചെയ്യാണല്ലോ. ആ കുട്ടിക്ക് ഇനിയിപ്പം കൃഷ്ണ കൃഷ്ണ അങ്കിളാ മതി, അവന് ഞാനിങ്ങനെ ഒരാളുണ്ടെന്നറിയാം. അത് ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഓരോ ജനറേഷൻ മാറുമ്പം പല ആക്ടേഴ്സിൻ്റെ പ്രീവിയസ് വർക്ക് ശ്രദ്ധിക്കാതെ കമൻറ്റ് ചെയ്യാൻ നമ്മൾ കാണാറുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ കണ്ട ഭയങ്കര ഒരു ഫണ്ണി കമൻ്റാണ്, മോഹൻലാൽ സാറിൻ്റെ ഏറ്റവും നല്ല സിനിമ രാവണപ്രഭുവാണ്. ഐ എഗ്രി, രാവണപ്രഭു ഇസ് എ ഗുഡ് ഫിലിം. പക്ഷേ അത് ഒരു ഇഗ്നോറൻസ് കാരണം പറയുന്ന, രാവണപ്രഭു ചെയ്ത ബോഡി ഓഫ് വർക്കിനെ കുറിച്ച് ധാരണ ഇല്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. പക്ഷേ ചിലപ്പോൾ കണ്ടു തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും. പക്ഷേ ഈ തലമുറയിലും അദ്ദേഹം എത്തി. ഇപ്പോൾ പുലിമുരുകനാണ് എൻ്റെ കുട്ടികളുടെ മോഹൻലാൽ സാറിൻ്റെ ഇമേജ് ഇമ്പാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സോങ് അത്ര വാല്യുബിൾ ആയിരുന്നു എനിക്ക്. കുഞ്ഞു പിള്ളേർ ചിലപ്പോൾ എന്നെ വേറെ ഒന്നും കാണത്തില്ല, ഇവർ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇട്ട് കൊടുക്കുന്ന ഈ പാട്ടായിരിക്കും, ഇതേതായി പൊട്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും അവരത് കേട്ടുകൊണ്ടിരുന്നത്. അതിന് ബിബിൻ, അതാ ഞാൻ പറഞ്ഞത്, ബിബിൻ്റെ ചില കാര്യങ്ങൾ ജയ് ഹേ നമ്മൾ യൂസ് ചെയ്യാനറിയാം. നേരത്തെ മാനസികമായ ഒരു അടുപ്പം ഇവരായിട്ടൊക്കെ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇവരുടെയൊക്കെ ജേണി കാണുമ്പം. ഇവർക്ക് ഓരോ സക്സസ് ഇവരുടെ ബേസിലിൻ്റെ ലിസ്റ്റിൽ ഞാൻ ഓരോന്ന് അയച്ചു കൊടുക്കും. കാര്യം ആക്ച്വലി ഇത് ചെറിയ കാര്യമല്ല, ബേസിൽ അച്ചീവ് ചെയ്തിരിക്കുന്നത്, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഏതൊരാൾക്ക് പറ്റി. സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിൽക്കുന്ന കോവിഡിന് ശേഷമുള്ള മലയാള സിനിമയെ ഏറ്റവും, അതായത് ഒരു മാക്സിമം ഗ്യാരണ്ടീഡ് ആണല്ലോ ആക്ച്വലി സ്പീക്കിംഗ്. അതൊരു ചെറിയ അച്ചീവ്മെന്റ് അല്ല, അത് ഡിസേർവിംഗ്. ഇപ്പോഴത്തെ മിന്നൽ മുരളിയും കാണണം. മിന്നൽ മുരളി എന്ന് പറയുന്ന ഒരു വലിയ പാൻ ഇന്ത്യൻ സ്പേസ് ഡയറക്ടോറിയൽ വർക്കായി നിൽക്കുന്നു. ഇപ്പുറത്തെ ബേസിൽ ഒരു കംപ്ലീറ്റ്ലി ഹിറ്റ് ട്രാക്കിലൂടെ പോകുന്ന ഒരാളാണ്. അതും പല ക്യാരക്ടേഴ്സ് നല്ലൊരു, നമുക്കെന്താ പറയുക, അത് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് മനുഷ്യട്ടാ. നമ്മളെക്കാളും അദ്ദേഹം പ്രായം കൊണ്ട് ചെറുപ്പോ, എക്സ്പീരിയൻസ് ആസ് ആക്ടർ പിന്നെ വന്ന ആളോ ഒക്കെ ആയിക്കോട്ടെ, അയാളുടെ ജോലിയിലെ പല കാര്യങ്ങളും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. സോ അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം. ഞാൻ നേരത്തെ സംസാരിച്ചാൽ തന്നെ ഈ സെലിമേറ്റർ എടുത്തു പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യുന്ന ട്രോൾ മീം അതിലുള്ള ഒരാൾ എന്നുള്ളത് പുള്ളി പറയുന്നൊരു സംഗതി ഉണ്ടായിരുന്നു, ഈ ആളുകൾ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യം ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ പെർഫോമൻസ് ഉണ്ടാക്കുക, റീടേക്ക് ഉണ്ടാക്കുക, ഞാൻ പറഞ്ഞ എല്ലാ ആക്ടറിനെയും സംബന്ധിച്ചോളം ആക്ടിങ് എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ ഒരു ഓക്കെ ടേക്ക് വരെ ഒരു ടാസ്കും പ്രഷറും ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അജു എത്തിയിരിക്കുന്ന ഒരു 15-ാം വർഷത്തിൽ ഓരോ ക്യാരക്ടറിന് മുന്നിലുള്ളൊരു മൊമെൻറ്റ് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം അത് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സംഗതിയാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു മൂഡ്? ആക്ഷന് മുന്നേ ഡെഫിനറ്റ്ലി ഉള്ളിൽ സംഘർഷങ്ങൾ ഒരുപാട്, പുറത്തത് കാണിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞ ബോർഡർ ലൈൻ ഫിക്സ് ചെയ്യുക എന്നുള്ള ജോലി വളരെ മാനസിക സംഘർഷം നിറഞ്ഞതാണ്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു ആക്ടറാണ് ഇപ്പോഴും, വെരി മച്ച്. അത് ഇപ്പോഴും ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജുൻ്റെ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് റോളുകൾ കാണുന്നുണ്ടല്ലോ, പ്യുവർലി ലക്കിൽ സംഭവിച്ചു പോകുന്നത്. അതാ ചേട്ടൻ മറ്റേ പറഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നം അതാ, ഇതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാനോ ഷെയ്ഡ്സ് വരുത്താൻ പറഞ്ഞാൽ എന്നുള്ളത് ചിലപ്പോൾ അത് സംഭവിക്കട്ടെ ഓർഗാനിക്കലി, ചേട്ടൻ്റെ ഇൻ്റർവ്യൂ പോലെ എന്തെങ്കിലും അതിനൊരു കാരണമാവട്ടെ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കെയർഫുൾ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ലെസ് ടെൻസ്ഡ് ആണ്, കെയർഫുള്ളാണ്. റീടേക്ക് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ചോദിക്കാം, സാർ ഒന്നുകൂടെ പോവാം. മറ്റേത് എനിക്ക് പോകുന്ന പ്രശ്നമില്ല. റിലീസ് തലേ ദിവസം റിസൾട്ട് ഹിറ്റും ഫ്ലോപ്പും ഒരുപോലെ ഉള്ളൂ. ഞാൻ പിന്നെയും 15 വർഷത്തിലും അങ്ങനെയാണോ അതോ അത് മാറി വന്നതാണോ? ഇല്ല, ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ബിഗിനിങ്ങിൽ തന്നെ അതിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയി. ഏറ്റവും സാജൻ ബേക്കറിക്ക് ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ അവസാനത്തെ ആണിക്കല്ലൊക്കെ വളരെ സന്തോഷത്തോടെ എടുത്തത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെയൊക്കെ നടക്കുന്ന വ്യക്തികൾ എന്നോട് വളരെ ബ്ലണ്ടായിട്ട്, എൻ്റെ മിഥുനൊക്കെ ഇപ്പോൾ സിനിമകൾ ചിലതൊക്കെ ഞാൻ ചെയ്യുന്നത് കാണുമ്പം പറയുന്നതും, ധ്യാൻ അറിയാമല്ലോ ഇപ്പോൾ അവനോട്
എൻ്റെ കോളേജിൽ പഠിച്ച സുഹൃത്തുക്കൾ അന്ന് എന്നോട് പെരുമാറി നമ്മൾ ഇൻട്രാക്ട് ചെയ്ത രീതി വളരെ ബ്ലണ്ടായിരുന്നു. അപ്പം ക്രിറ്റിസിസം ഒരു ഇതിനേക്കാൾ നമുക്ക് ഇൻസൈഡേഴ്സിനുള്ള സ്ഥിതിക്ക് ഇത്രയും ഇവരൊക്കെ വളരെ മാന്യമായിട്ടാണ് ചേട്ടാ റിവ്യൂ നമ്മൾ ഫോണിൽ വിളിച്ച് നമ്മുടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെ നിൽക്കുന്ന 12 വർഷമായി നിൽക്കുന്ന എൻ്റെ മാനേജർ മുഹമ്മദ്, ഫോർ എക്സാമ്പിൾ ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, ഇതെന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഫീൽഡിലോട്ടായി പോകട്ടോ. അത് ആണല്ലോ എനിക്ക് അത് വളരെ കോൺഫിഡൻസ് ആണ്. അവർ ആ നോ പറയുക അല്ലെങ്കിൽ കൊള്ളൂല എന്ന് കാണിച്ച് തരിക എന്നുള്ളത് ഞാൻ അയാളെ വിശ്വസിക്കണം. 12 വർഷമായിട്ട് അയാൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. അയാൾക്ക് ഒരു കാര്യം എന്നെ ഇപ്പം സന്തോഷിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം കോൺഫിഡൻസ് തരുന്ന സമയത്ത് അയാൾ കോൺഫിഡൻസ് തരാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇതാണ് കുറച്ചുകൂടി ഞാൻ വാല്യൂ ചെയ്യുന്നത്. നമുക്ക് ക്ലിയർ ചെയ്ത് കളയേണ്ടത് അതാണല്ലോ. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഇല്ല, ബോധേഡല്ല. റിസൾട്ടിനെ കുറിച്ച് ബോധേഡായപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ബിഗിനിങ്ങിൽ ബോധേഡല്ലായിരുന്നപ്പോൾ നല്ല റിസൾട്ട്സ് കിട്ടി. പിന്നെ ഇവിടെ ബോധേഡായപ്പോൾ ഒന്നും ഓടിയില്ല. ഇപ്പോൾ ഗൂഢാലോചന ഫോർ എക്സാമ്പിൾ, നമ്മൾ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്, റിസൾട്ട് വളരെ നെഗറ്റീവായിരുന്നു. അന്ന് ഞാൻ എഫക്റ്റഡ് ആയിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞാൻ ധ്യാനെ വിളിച്ച് നമ്മളിത് എങ്ങനെ പുള്ളി ചെയ്യാൻ. അന്ന് ധ്യാൻ്റെ ഒരു ഇനി എന്ത് ചെയ്യാൻ പറ്റും, അയാൾ അന്നേ പിന്നെ ഇങ്ങനെ ആണല്ലോ. അതുകൊണ്ട് എനിക്കൊന്ന് അവിടെ ആ ടൈം തൊട്ട് ഞാൻ റിസൾട്ട്സിൽ ബോധമല്ല. അതുകൊണ്ട് റിലീസ് ഡേ പ്രീവിയസ് ഡേ ഇന്ന് അഡ്മിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസേജ് ഇല്ല. അഡ്മിനോട് ഇതൊക്കെ ഇന്നത് ഏറ്റവും വലിയൊരു മെനക്കേടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൃത്യമായിട്ട് നാളെ മുതൽ ഇന്ന് മുതൽ ഇതൊക്കെ വന്നോ ഇല്ലയോ, ഇതൊരു ബാധ്യതയായി മാറി. പണ്ട് നമ്മളൊരു പ്രൊമോഷന് പോയി ചെയ്യാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അന്ന് ഞാൻ പിന്നെയും സോഷ്യൽ മീഡിയ പ്രൊമോഷന് യൂസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇന്നതൊരു ജാജുവിന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ കേരളത്തിൽ ഇറങ്ങാവുന്ന ആരും അറ്റൻഡ് ചെയ്യാത്ത പടം പോലും അറിയായിരുന്നു. പക്ഷെ ഇന്ന് ചേട്ടാ അത് ജോലിയായി മാറി. നമ്മൾ നാളെ വരുന്നു, ഇന്ന് മുതൽ മറ്റേതിന്റെ 12ാം ദിവസം ഇത് ഇട്ടില്ലെങ്കിൽ അവർക്ക് വിഷമം ഇടുക. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളുടെ ഒരു സിനിമ ഏതൊരു ഓണത്തിന് ഓടി, സിജുവിൻ്റെ പടവും ബേസിലിൻ്റെ പാൽത്തു ജാൻവറും. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 2 മറ്റ് നടന്മാർ, അവർക്കല്ല പ്രശ്നം, അവരുടെ ഫാൻസോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈഡോ, അതെന്താ ഞങ്ങൾക്ക് വിഷയം, എൻ്റെ സുഹൃത്തുക്കൾ 2 പേര് ഞാനൊരു വിഷിട്ടതാ. അതിപ്പോൾ ഞാനിപ്പോൾ മറ്റുള്ളവർക്ക് വിഷ് ചെയ്യേണ്ട മനസ്സിലുള്ള സന്തോഷം നമ്മളത് ബോധർ ചെയ്യുന്നില്ല. അത് ഓടിയാലും ഓടിയില്ലെങ്കിലും ഇറ്റ് ഡസൻറ്റ് എഫക്റ്റ് മീ. ഇത് പക്ഷെ എനിക്ക് എഫക്റ്റ് ചെയ്യുന്നു, സന്തോഷം വരുന്നു. എൻ്റെ 2 സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊന്നൊരു ജോലിയായി മാറി. അതായത് നമ്മൾ കൃത്യമായിട്ട് അഡ്മിൻ ഇട്ടോ, ക്യാപ്ഷൻ നീ എന്താ ഇട്ടേ, അതിലെന്തോ മാറിപ്പോയോ, അത് ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്നു. അതാണ് ഞാൻ ഒരു പരിധിവരെ ഡിസ്കണക്ട് ചെയ്തത്. അത് അഡ്മിൻ ഇട്ടോ, അത് ഞാൻ ഒരിക്കലും എഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ നിങ്ങൾക്ക് തരുന്നത്. അത് തരുന്നത് എന്തുകൊണ്ടാണ്, നമുക്കത് സിനിമ പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടട്ടെ, സിനിമ ആൾക്കാർക്ക് 10 പേരിൽ റീച്ച് ആവട്ടെ. പക്ഷെ അതൊരു ജോലിയായിട്ട് മാറുക എന്ന് ബുദ്ധിമുട്ടാണ്. കാര്യം അതിനും അത് വിചാരിക്കുന്നത് എളുപ്പമല്ല. ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് എനിക്ക് പാട്ട് ഉൾപ്പെടെ വരെ ഇടാം. അപ്പോൾ ആ പാട്ട് വരെ വരുന്നത് ചിലരയക്കുമ്പോൾ ഇന്ന പാട്ട് ഇടാം, ഈ പാട്ടൊക്കെ അങ്ങനെ അത് ജോലിയായി മാറി. പണ്ട് അത് ഞാൻ പ്രൊമോഷൻ ചെയ്തിരുന്ന നമ്മൾ ഉള്ളാലെ ചെയ്യുന്ന ഇഷ്ടത്തിന് പുറത്ത് ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നല്ലോ. വേറൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മൾ ഈ മലർവാടിയുടെ 15ാം വർഷം എന്ന് പറയുന്നിടത്താണല്ലോ ആക്ടറുടെ 15ാം വർഷം കൂടി വരുന്നത് 2025. ശരിക്കും ഈ മലർവാടി കൂട്ടം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നിങ്ങളുടെ ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളെല്ലാം മറ്റേ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അജു ആണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ബാക്കി എല്ലാവരും വരുമ്പോൾ അജു കുറച്ച് സിനിമയെ കുറിച്ച് കടത്തി സംസാരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഒരു സെറ്റിലെ ട്രെയിനിങ്ങിന്റെ ഈ റിക്രൂട്ട്മെന്റ് അപ്പോൾ ഒരു 75 ദിവസം വരെയൊക്കെ പോകുന്ന സിനിമയാണെങ്കിലും ഒരു പക്ഷേ ആ സിനിമയുടെ പ്രൊമോഷൻ കഴിഞ്ഞാൽ ആ സൗഹൃദം അവിടെ അവസാനിക്കുന്നതായിട്ടാണ് കൂടുതൽ പേരും പറയാറുള്ളത്. ചിലപ്പോൾ 1-2 സിനിമയിൽ വളരെ ചുരുക്കം ലിമിറ്റഡ് സൗഹൃദങ്ങൾ വരെയായിരിക്കും. പക്ഷെ നിങ്ങളുടെ 15 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരു കൂടുതൽ പേർക്കെങ്കിലും അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ. ആ ഒരു അടുപ്പത്തിൻ്റെ തുടർച്ച അത് ശരിക്കും അങ്ങനെ സംഭവിച്ചത്. അതങ്ങനെ എല്ലാവർക്കും അത് ഹാൻഡിൽ ചെയ്യുക പോലും എളുപ്പമല്ലല്ലോ. എല്ലാവരും പല കോണിലേക്ക് പോകുന്നു, പല സിനിമകളുടെ ഭാഗമാകുന്നു. പക്ഷേ എനിക്കൊന്ന് അജു ഇവരിലൊക്കെ ഇപ്പം സാറ്റർഡേ നൈറ്റിൽ നിങ്ങളുടെ പിന്നെ പ്രീ റിലീസ് ഇൻ്റർവ്യൂവിലും കാണാം നിങ്ങളുടെ ആ ബോണ്ടിങ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ ഭഗത്തും അജുവും കൂടി ചേർന്നാണ് ഫീനിക്സിന് മുമ്പ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞൊരു 15 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയ കാലയളവ് കൂടിയാണല്ലോ. വിനീതാണ് എൻ്റെ റീസൺ. അതായത് അയാൾ അന്ന് അദ്ദേഹം നമ്മളെ ആ ട്രെയിനിങ് കോച്ചിങ് ക്യാമ്പ്, ഓഡീഷൻ ക്യാമ്പ്, അതിൻ്റെ ഒരു കോച്ചിങ് ക്യാമ്പ്, അവിടെയൊക്കെ പുള്ളി നമ്മളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഒരു നല്ല സൗഹൃദത്തിൻ്റെ സ്റ്റാർട്ടിങ് കൂടിയായിരുന്നു. ഈ സിനിമ
നിങ്ങൾക്കൊരു കാരണമാകുന്നു. പക്ഷെ നിങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറിയാൽ ആണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഭഗത്തിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞപ്പോൾ ഭഗത്തിൻ്റെ കൂടെ നിന്നത് വിനീതിൻ്റെ പേരാണ്. അത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നാച്ചുറലി അപ്പം അത് ചേട്ടൻ പറഞ്ഞ പോലെ അത് ഒരിക്കലും ആദ്യത്തെ സിനിമ ചെയ്തുകൊണ്ടല്ലോ, ഉള്ളിൽ ആ ഒരു ഇതുള്ളത് കൊണ്ടാണല്ലോ. ഹരിയാണെങ്കിലും ശ്രാവണാണെങ്കിലും, ശ്രാവൺ സിനിമയിൽ ഇപ്പം ഇല്ല, വരുമ്പോഴാണെങ്കിലും ഇപ്പോൾ എനിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കാണുക, നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഹരിയും നാച്ചുറലി വർഷങ്ങൾ ശേഷത്തിൽ ഹരിയുണ്ട്. അപ്പം അത് വിനീത് അന്ന് നമ്മുടെ ഉള്ളിൽ തന്നൊരു ബോധമുണ്ടല്ലോ, ഇത് ഈ സിനിമയ്ക്കായിട്ട് മാത്രം ആവരുത്. ഇപ്പോൾ കുമാരേട്ടൻ അതിൽ അവസാനം പറഞ്ഞ പോലെ ആയിപ്പോയി, എന്നും കൂട്ടു വേണം ഈ മലർവാടിയിൽ എന്നുള്ളത് ഒരു ബ്ലെസ്സിങ് ആയി. അത് കിട്ടുക അതൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും സിനിമ അത്തരം സൗഹൃദങ്ങൾക്ക് തുടർച്ച സംഭവിക്കുന്ന ഒരു സംഗതിയാണോ, അതോ നോർമലി നമ്മൾ തൊഴിൽ സ്ഥലമൊക്കെ പോലെ നമ്മുടെ പേഴ്സണൽ ചോയ്സിൽ മാത്രം സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന? എന്നുവെച്ചാൽ അജു നോക്കുമ്പോൾ അജു ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ഫിലിം മേക്കേഴ്സ് നോക്കി കഴിഞ്ഞാൽ അവരുടെ ട്രാവലിങ്ങിൻ്റെ തുടക്കം മുതൽ അജു ചിലപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ടായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ മിഥുൻ്റെയും വിപിൻ്റെയും നമ്മുടെ ബേസിൻ്റെയൊക്കെ പറഞ്ഞ പോലെ അവരുടെ ഒരു തുടക്കത്തിന് കൂടെ നിൽക്കുന്നതിനപ്പുറത്ത് അവരുടെ യാത്രയിലൊക്കെ അവരുടെ ഒരു ഭയങ്കര സപ്പോർട്ടീവ് മെക്കാനിസം ആയിട്ട് ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ ഒരു വലിയ സൗഹൃദ സംഘമായി സിനിമ സംഭവിക്കാൻ ഇപ്പം ധ്യാൻ നേരത്തെ വിനീതിലാണ് തുടങ്ങുന്നതെങ്കിലും ധ്യാനിൻ്റെ നിങ്ങളൊരു ബെസ്റ്റ് ബഡ്ഡി പോലെ മാറുന്നു. അത് ഒരു സൗഹൃദത്തിൻ്റെ തുടർച്ച കൂടി ഉണ്ടാക്കാൻ സിനിമയ്ക്കകത്ത് പറ്റിയിരുന്നോ, അല്ലെങ്കിൽ അത് വളരെ ഗ്രാജുവലി സംഭവിച്ചതാണോ? ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് എൻ്റെ ലൈഫിലുണ്ട്. എൻ്റെ ലൈഫിൽ മാത്രമല്ല, അത് എനിക്കൊന്നും പലരുടെയും ലൈഫിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഏറ്റവും നമ്മൾ കംഫർട്ടബിൾ ആകുന്നവരുടേതായിരിക്കാം അവരിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ഹ്യൂജാണ്. അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു പ്രഭാസം എന്നുള്ളൊരു തോന്നൽ കള്ളുടിക്കാതെ തന്നെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ നമ്മളുടെ സുഹൃത്തുക്കളുടെ കഴിവിനെ നമ്മൾ വളരെ ആരാധിക്കുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ കഴിവിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ആരാധനയുണ്ട്. സിനിമ ആയതുകൊണ്ട് ഇപ്പോൾ ഗായകരങ്ങനെ ഞാൻ സുഹൃത്തുക്കളായിട്ട് ഉള്ളവരെ കുറവാണ്. വിനീത് മാത്രമുള്ളൊരു ഗായക സുഹൃത്തുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ഒരു ടാലൻറ്റ് ആദ്യം പരിചയപ്പെടാൻ കാരണം ടാലൻ്റാണ് നാച്ചുറലി, അത് എനിക്ക് സഹായമാവാൻ. പിന്നെയുള്ള ഇവർ സുഹൃത്തുക്കളായി മാറുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഇടയിൽ വിഷയങ്ങൾ ഈസിയാണ്. എപ്പോഴും രണ്ടുപേര് തമ്മിൽ ചർച്ച ഇല്ലാതെ വരുമ്പോഴാണല്ലോ പിന്നെ ഇനി എന്തെന്ന് പറയുമ്പോഴാണല്ലോ അത് പതുക്കെ പതുക്കെ ഗ്യാപ്പ് വൈഡ് ഉണ്ടാവുന്നത്. ഇത് എപ്പോൾ കാണുമ്പോഴും ബേസിൽ നമുക്ക് എപ്പോൾ കണ്ടാലും മനുഷ്യരെന്നറിയാം അയാളുടെ ഒരു എനർജിയും ആ ചിരിയും ഉണ്ടാവും. ധ്യാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണേലും സ്വന്തമായിട്ട് പുള്ളി സ്വയം കുറ്റം പറയുന്നത് കേൾക്കാം. അല്ലെങ്കിൽ നമ്മളെ എന്നെയൊക്കെ യൂട്യൂബിൽ ഭയങ്കര 25 ലക്ഷം പേര് കണ്ടൊരു വീഡിയോ ഞാൻ കണ്ടു യൂട്യൂബിൽ. ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസിനെ ഭിത്തിയിലൊട്ടിച്ചു. ഞാൻ അപ്പോൾ ഇരുന്ന് കാണുക, എന്ത് രസകരമായിട്ട് എൻ്റെ ഭിത്തിയിലൊട്ടിക്കുന്നത്. അതായത് എന്നെക്കുറിച്ച് തന്നെ പറയാം, 2 മിനിറ്റ് സംസാരിച്ചാൽ വിചാരിക്കും അയാളൊരു ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. അപ്പം തന്നെ മര പൊളിയാന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ട് അപ്പുറത്ത് വേറൊരാൾ വിനീത് വേറൊരാളാണ്. അത് പിന്നെ അയാൾ വളരെ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ധൈര്യമായിട്ട് നീ ഏത് ആളെ വിട ഞങ്ങളുടെ ആശ കറക്റ്റാണ്. ധ്യാനുമായി വിനീതുമായിട്ട് ഒരേ ലെവലിൽ സൗഹൃദത്തിലുള്ള ഒരാൾ അജു ആണെന്ന് തോന്നുന്നല്ലേ? വിശാഖമുണ്ട്. അത് പിന്നെ എനിക്ക് തോന്നുന്നു ധ്യാൻ കുറച്ചുകൂടി വിശാഖം വിനീതും ഒക്കെ ഒരു സ്വഭാവം ഇല്ലാത്ത വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചുകൂടി അടുത്തിട്ടുണ്ട്. അപ്പം മിഥുൻ്റെ രീതികൾ വേറെയാണ്. അപ്പം ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ ടോപ്പിക്കിന് ക്ഷാമമില്ല. സിനിമയോടുള്ളൊരു കമ്പം ഇഷ്ടം. പിന്നെ ഇവരെല്ലാം ഇപ്പം ധ്യാൻ വെറുതെ പറയുന്നതാണല്ലോ ഇതിൽ അതില്ല. ഇയാൾക്ക് ശരിക്കും ഈ തൊഴിലിനോട് പിന്നെ ഇയാൾക്ക് മനസ്സിലായി പ്രാക്ടിക്കൽ ലോകത്ത് ബ്ലാക്കിൽ മറ്റേ ഡയലോഗ് പോലല്ലേ ഈ കൊടവധികാരം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. അപ്പോൾ ഇയാൾ പറഞ്ഞ് കൊടുക്കുന്ന പല കാര്യങ്ങളും പ്രാക്ടിക്കാലിറ്റി കാരണമാണ്. ഇയാളുടെ പാഷനും ഇയാളുടെ ഫയറും ഞാൻ തിരയൊഴിച്ച് കുഞ്ഞിരാമായണം, അടികപ്പേര കൂട്ടമണി, ഒരേ മുഖം, ഗൂഢാലോചന, ഫസ്റ്റ് 4 ഫിലിംസിലും ഞാൻ കണ്ട അയാളുടെ ഡെഡിക്കേഷൻ. ഗൂഢാലോചന തകർന്നു പോയപ്പം ഒരേ മുഖം പോലും ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് 6 മണിക്ക് വൈകിട്ട് ഷോ തുടങ്ങി. കേരള ഹൗസ്ഫുള്ളായിരുന്നു. കാര്യം അടികപ്പേരും കുഞ്ഞിരാമായണത്തിന് ശേഷം ധ്യാൻ്റെ സിനിമ തിരയും കഴിഞ്ഞിട്ട് കേരളത്തിൽ ഫസ്റ്റ് രാവിലെ തൊട്ട് വെയിറ്റിംഗാണ്. വൈകിട്ട് 6 മണിക്കത്താണ് ഷോ ഓപ്പൺ ആവുന്നത്. ആ ഷോ ഫുള്ളായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു. അയാൾ ഗൂഢാലോചന ഫ്ലിപ്പ് പുള്ളി വിട്ടു, എന്തെങ്കിലും ആവട്ടെ. പിന്നെ അവിടെ നിന്ന് ലവ് ആക്ഷൻ പോയി.
ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയെ സംബന്ധിച്ച്. ഫസ്റ്റ് പടം ചെയ്യുന്ന ആൾക്ക് അത് ടഫാണ്. ഇന്ന് ഞാൻ നോക്കുമ്പം 2018 പ്രളയം, 2019 പ്രളയം, ഡേറ്റ്സ് ക്ലാഷ്, സ്വന്തം അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു, നാളെ അഭിനയിക്കാതിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ആവുന്നു. അപ്പം അങ്ങനെ അയാൾ എത്ര ഫേസ് ചെയ്തു. പറയുമ്പോൾ എളുപ്പം നെപ്പോ കിഡാണ്, പ്രൊഡ്യൂസറെ പെട്ടെന്ന് കിട്ടി. പക്ഷെ ഇയാൾ സെറ്റ് വരുമ്പോൾ ഡീൽ ചെയ്യേണ്ട നയൻതാര മാഡത്തിനെയും നിവിൻ പോളിയും കൂട്ടുകാരായിട്ട് പറ്റില്ലല്ലോ. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം, മാനസിക പ്രൊഡക്ഷന്റെ ഭാഗമാണ്. അത് സീസൺ ചെയ്ത് പുള്ളി എനിക്കൊന്ന് കുറേ കൂടി പ്രാക്ടിക്കലാക്കി പുള്ളി. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ഞാൻ കണ്ടേക്കുന്ന ഒരു വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടും വളരെ ശ്രദ്ധയോടെ നിൽക്കുന്ന ഒരാൾ ഇന്നും പ്രൊഫഷണലാണ്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തിൽ പുള്ളി വിശ്വസിച്ച് പോകുന്നു. എൻ്റെ ജോലി എന്താണെന്ന് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവരിലൊക്കെ കോമൺ ആയിട്ടുള്ളത് എനിക്ക് സംസാരിക്കാൻ ടോപ്പിക്കുകളുണ്ട്. അവിടെ എനിക്ക് ബോറടിക്കാൻ നോൺ സ്റ്റോപ്പായിട്ട് ഭഗത്തായിട്ട് ചന്തുവായിട്ടൊക്കെ ടോപ്പിക്കുകൾ എത്ര വേണമെങ്കിലും ചോദിക്കാം. അപ്പം എനിക്ക് സംശയം ഈ പോസ്റ്റ് ഇപ്പം ചില ഗെറ്റപ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കൂടുതലും ചന്തുവായിട്ട്. ഇപ്പം സിദ്ദിഖൊക്കെ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു പരിധി വരെ. ചില സമയങ്ങളിൽ കുട്ടേട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ചിലതിലൊക്കെ. അത് പിന്നെ ഫോണിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല, നേരിട്ട് ചോദിക്കും. ഒരു സീനിയോറിറ്റി നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ ചന്തു ഒരു പരിധി വരെ ആൾക്ക് ഈ ട്രെൻഡ് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്ത് ആണ് ഇന്ന് ബൂമറായി പോകുന്നതും വസന്തമായി പോകുന്നതും, അല്ലെങ്കിൽ എനിക്ക് വസന്തം ആവണമെങ്കിൽ അതിനെ എന്ത് ഞാൻ ഫിക്സ് ചെയ്യണമെന്നൊക്കെ അയാൾ സഹായിക്കാറുണ്ട്. മിക്ക ലുക്കുകളിലും ചന്തുവിൻ്റെ ഒരു സജഷൻ ഞാൻ എടുക്കാറുണ്ട്. ഈ പറഞ്ഞ ആളുകളിൽ ഇപ്പം തന്നെ കുറച്ച് പേരുകൾ പറഞ്ഞു, ഇത് പറയാത്ത എത്രയോ പേരുകളുണ്ട്. എന്നാൽ പോലും അജുവിൻ്റെ ഒരു കോൾ തുടർച്ചയായിട്ടായിരിക്കില്ലല്ലോ. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പം വിനീതൊക്കെ ആയിട്ട് ഇപ്പം എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നല്ലോ. പക്ഷേ അടുത്ത വിളിയിൽ അടുത്ത കാഴ്ചയിൽ അതേ ബന്ധം നിലനിർത്തുന്നത് എങ്ങനെയാണ്? അത് അജുവിൻ്റെ സൈഡിൽ നിന്ന് അതിനൊരു എഫേർട്ട് ഉണ്ടോ? അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടാണ്. ആ ഒരു എഫേർട്ട് എടുത്തിട്ട് ഇല്ല. വലിയ ഞാനൊരു എൻ്റെ അമ്മ മീറ്റിങ്ങിൻ്റെ 25% സൗഹൃദം ഉണ്ടല്ലോ. നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അതെ, അതുണ്ടാവില്ല. പക്ഷേ ഞാൻ പറഞ്ഞു നമ്മൾ ഇൻഡസ്ട്രി നോക്കുവാണെങ്കിൽ വലിയ സൗഹൃദ സംഘങ്ങളുള്ള ഒരാളാണല്ലോ അജു. ഉണ്ട്. എൻ്റെ പ്രായത്തിലുള്ളതും ഇപ്പം ഞാൻ ജോമോൻ ജോദർ യങ്സ്റ്റേഴ്സിൽ പറയാൻ എനിക്ക് അയാളായിട്ട് നല്ലൊരു സൗഹൃദം ഫീൽ ചെയ്തിട്ടുണ്ട്. ഷമീർ പ്രേമലൂല് എനിക്ക് അയാളായിട്ട്, കാർത്തിക് ശങ്കർ എനിക്ക് നല്ല സൗഹൃദം ഫീൽ ചെയ്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഈ അടുത്ത് എനിക്ക് എൻ്റെ അഡ്മിൻ്റെയൊക്കെ ഒരു ഗുണം അതാണ്. ഞാൻ വീണ്ടും ഇനി അഡ്മിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഇയാളെക്കുറിച്ചല്ലേ പറഞ്ഞു, കൃത്യവും വ്യക്തമായിട്ട് എന്നെ തെറി പറയുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും. അത് അവർക്കൊരു സന്തോഷമാണോ അതോ അപ്ഡേറ്റ് ചെയ്യുന്നതാണോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ഈ അടുത്ത് കണ്ടാണ് റെഡിറ്റ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ത്രെഡാണ്. യു ഹേറ്റ് അജു വർഗീസ് എന്ന് പറഞ്ഞിട്ട് നല്ല, അതിലിടയ്ക്ക് അവൻ്റെ മുഖം കണ്ടാൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ അയ്യോ ഇത് ഞാൻ കണ്ടില്ലല്ലോ. ശരിയാ, ചിലരെ നമുക്ക് രൂപത്തിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുമല്ലോ അങ്ങനെ. അപ്പം ഒരു വിഭാഗം അങ്ങനെ വലിയൊരു വിഭാഗമുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ കൂടിക്കിന് പോവുകയാണ് ബേസിക്കലി. ഈ അടുത്ത് മറ്റേ നമ്മുടെ ജയസൂര്യയുടെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തു വെള്ളം എന്നുള്ളത്. നോർമലി എനിക്കൊന്നത് സിനിമ എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് കാണുന്ന ഒരു സാധനം വെച്ചാൽ സിനിമ പെട്ടെന്ന് ഫെയിം ഉണ്ടാവുന്നു, അതിൻ്റെ ലക്ഷറിയുടെ ഭാഗമാവുന്നു പ്രൊഡക്ഷൻ. സിനിമ ഉണ്ടാക്കുന്ന ഒരു ഫെയിം ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നു, അപ്പോൾ ലഹരിയുടെ ഭാഗമാവുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം ധ്യാൻ അങ്ങനെ ഒരു തരത്തിലൊരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ അജു അങ്ങനെ പറയുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ഒരു സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒന്ന് ഇത്രയും വലിയ സൗഹൃദങ്ങൾ കൂടിയുള്ള ഒരാളാണ്, പക്ഷെ ഒരു സിനിമ ഞങ്ങളുടെ അടുത്ത് തന്നെ മുരളിയുടെ 2 ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് മുരളി കുറേ പേരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ്. റിയൽ മുരളി. ഇതിൻ്റെ കൂടെ മുരളി ക്യാരക്ടറായ ജയസൂര്യയുടെ കഥാപാത്രത്തെക്കുറിച്ച് കൂടിയാണ് പറഞ്ഞത്. ഈ പറയുന്ന മദ്യപാനം എന്നുള്ളതിൻ്റെ ശീലങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു സിനിമ ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അത് സ്പെസിഫിക് ആയിട്ട് പറയാൻ എന്തായിരുന്നു കാരണം? അത്യാവശ്യം നന്നായി മദ്യപിച്ചിരുന്നു ഒരു സമയമാണ്. കോളേജ് വിട്ട് മദ്യപിക്കൊന്നുമില്ല എന്നല്ല, പക്ഷെ ഞാൻ എൻജോയ് ചെയ്തൊരു കാലഘട്ടം കോളേജ് കാലഘട്ടത്തിൽ മദ്യപാനം. പിന്നെ ഈ ഇതിലോട്ട് വരുമ്പം നാച്ചുറലി നമുക്ക് സ്ട്രെസ്സ് വരാൻ തുടങ്ങി പ്രൊഡക്ഷൻ. അപ്പം മദ്യപാനത്തിൻ്റെ റിയാക്ഷൻസിൻ്റെ രീതികൾ മാറി തുടങ്ങി. അത് നമ്മളുടെ ചുറ്റും നമ്മളോടൊരു കൺസേൺ ഉള്ളവരെ നമ്മൾ ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അപ്പം അത് ശരിയല്ലല്ലോ. ജോലിയിൽ ഇന്ന് വരെ ഞാൻ ലേറ്റ് ആവുക അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല, എൻ്റെ അറിവിലില്ല. അല്ലെങ്കിൽ ഞാൻ ഇവൻ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞേനെ. പക്ഷെ നാച്ചുറലി പെരുമാറ്റമൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. അതൊന്നും ശരിയല്ല എന്നുള്ളൊരു തോന്നൽ ഇവരിലൂടെ നമ്മൾ എത്തുന്നുണ്ട്. ഇവർ പറയും കേൾക്കില്ല. കാര്യം ഇതിൻ്റെ ഒരു സുഖം അതാണല്ലോ. കാര്യം എനിക്ക് പലപ്പോഴും ഇത് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രഭാസാന്ന് തോന്നും.
അപ്പോൾ എനിക്ക് പൊക്കം ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല, എനിക്ക് ഇത് അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പൊക്കമാണ്, എനിക്ക് ഭയങ്കര ധൈര്യമാണ്, എനിക്ക് ഭയങ്കര എനർജിയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനതിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം വേറെ ജോലിക്ക് രാവിലെ എണീറ്റ് പണിക്കുമോ വൈകിട്ട് വന്ന് കഴിഞ്ഞാൽ അടിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കോവിഡിൻ്റെ ടൈമിൽ ഈ സിനിമ കണ്ടത്. അപ്പോൾ ഇതിൽ 1-2 സീക്വൻസുകളിലെ ജയേട്ടൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ എന്നെങ്കിലും ചിലപ്പോൾ ഇതിലോട്ട് എത്തിയാലോ എന്നുള്ളൊരു ഫീല് നമുക്ക് എന്താ പറയുക. സിനിമ ഇപ്പം റിയൽ മുരളിച്ചേട്ടനെ എനിക്കറിയാം, നദികൾ സുന്ദരിയുടെ പ്രൊഡ്യൂസറാണല്ലോ. മുരളിയേട്ടൻ്റെ ജീവിതത്തിൽ നടന്നു പോകുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നില്ല. ഈ സിനിമയുടെ പവർ എന്താ വെച്ചാൽ സിനിമയ്ക്ക് സംഗീതമുണ്ട്, അത് നേരെ ഇവിടെ എത്തും. അതാണല്ലോ ഈ ന്യൂസ് പോർട്ടലുകൾ ഇപ്പം മ്യൂസിക്കലി ബ്രേക്കിംഗ് ന്യൂസ് പറയുന്നത്. ആ ഇമ്പാക്ട് സംഗീതവും ഡബും എല്ലാം കൂടെ വന്ന് ജയേട്ടൻ്റെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കൂടെ വന്നപ്പോൾ എന്നിൽ മാറ്റാൻ അന്ന് തന്നെ ഞാൻ കുപ്പിയെടുത്ത് കളഞ്ഞല്ല. എനിക്കൊന്ന് 1 മാസമൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ടാവും പിന്നെയും കോവിഡിൻ്റെ സമയത്ത്. പക്ഷെ അതെനിക്കൊരു റീസണായി, ഇമ്പാക്ട് ഉണ്ടാക്കിയതല്ലേ. അതായത് ഇതെനിക്ക് അഡിക്ഷൻ ഒന്നാമതില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് എളുപ്പത്തിൽ നിർത്താൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ അങ്ങനെ ആയേക്കാം, നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ ഒരു തിരുത്തൽ വരുത്തിയേക്കാം വേണം എന്ന് എനിക്ക് തോന്നി. ഇപ്പം നാളെ ചിലപ്പോൾ അടിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് ഈ കഴിഞ്ഞ ഓൾമോസ്റ്റ് 2 മേലെയായി ആ കാലയളവിൽ എനിക്ക് അതിലൊരു കൺട്രോൾ നന്ന രീതിയിൽ വരുത്താൻ വെള്ളം കാരണമായി. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ഒരു ഫങ്ഷൻ നിവിൻ്റെ, ഞാൻ ഇങ്ങനെ എനിക്ക് അടിച്ച് കുളമാക്കുന്ന പരിപാടിയുണ്ട്. അതായത് പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ ഫങ്ഷൻ. അപ്പോൾ ഇങ്ങനെ ഞാൻ നിൽക്കുക, നിന്ന് കഴിഞ്ഞിട്ട് ഇയാൾ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം കഴിക്കുന്നുണ്ട്. ഇവർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വേണ്ട. 1.5 മണിക്കൂർ ഞാൻ പിടിച്ചു നിന്നു. പിന്നെ അത് ഏതൊരു സിനിമയെ പോലെ, മമ്മൂക്കയുടെ ഒരു സിനിമയുണ്ട് അവസാനം സ്വാമിയായി മാറുന്നത്, സാഗരസാക്ഷി. അതിലങ്ങനെയാണല്ലോ ഫംഗ്ഷന് വേണ്ടെന്ന് പറയും, വേണ്ടെന്ന് പറയും, പിന്നെ അടിച്ചാലും അവസാനം എന്നെ അതിൽ നിന്ന് ഇറക്കി വിട്ടു. മാന്യമായിട്ട് എന്നെയും ഒരു നടനെയും നിങ്ങൾ പോയിക്കോളും, അയാളുടെ പേര് എൻ്റെ പിന്നെ എനിക്ക് പറയാമല്ലോ. എന്നിട്ട് പാവം ഈ വ്യക്തി ഈ മുഹമ്മദാണ് എന്നെ എത്തിച്ചത്, അയാളോട് എത്തിക്കേണ്ടതും. അപ്പം അതുകൊണ്ട് തന്നെ അയാളുടെ സേക്ക് ഞാൻ വാല്യൂ കൊടുത്തു. അഗെയിൻ എൻ്റെ ഫാമിലി, പേരൻസ് അവരൊക്കെ പറയുമ്പം കുട്ടികൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായി മാറാൻ പാടില്ലല്ലോ. അതിന് തോന്നലിന് വെള്ളം എന്നുള്ള സിനിമനേക്കാളും കാരണം ജയേട്ടന് പെർഫോം ചെയ്യാൻ പറ്റിയത് ജയേട്ടൻ്റെ പെർഫോമൻസ് ആണ് നമ്മളതിൽ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അല്ലേ. അതെ റിലേറ്റ് ചെയ്യുന്നു മുരളിയിലേക്ക് നമ്മളെ പവിത്രത്തിൽ ഞാൻ ബാലേട്ടനെ ഫസ്റ്റ് ബാലേട്ടനെ കണ്ടപ്പം അദ്ദേഹം ഇല്ല. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് അവരെ ഒന്നിപ്പിക്കാൻ മീരയും ചേട്ടച്ചനെയും. അതൊരു വല്ലാത്ത സാഡിസായി പോയി. അല്ലെ തിരിച്ചു വന്ന് ചോദിക്കുമ്പോഴെങ്കിലും ഈ അച്ഛനെയും മീനാക്ഷിയെയും ഓർത്ത് ഞാൻ പറഞ്ഞു അതെന്താ ബാലേട്ട അത്. അപ്പൊ അതുപോലെ പക്ഷേ ഇപ്പൊ കണ്ടുകൊണ്ടേ നമുക്ക് അത് ഭയങ്കര സന്തോഷം തോന്നി. വന്ദനം നമുക്ക് പ്രിയൻ സാറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, വന്ദനം ഒരു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ സാഡിസം ആയിരുന്നു. അപ്പൊ അത് പോലൊരു മൊമെന്റ് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തു. സിനിമ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് കൂടിയാണ്. ഉണ്ട്. എനിക്ക് വീഡിയോ റിവ്യൂസിനേക്കാൾ ഇഷ്ടം വായിക്കുന്ന റിവ്യൂസ്. അതിന് എപ്പോഴും സസ്പെൻസ് ഇങ്ങനെ അടുത്തിലേക്ക് കഴിഞ്ഞാൽ അടുത്ത് അത് ആ റിവ്യൂ എന്ന് വെച്ചാൽ ഞാൻ ബുക്ക് ഭയങ്കര വായിക്കുന്ന ആളൊന്നുമല്ല. അയാളുടെ കൂടെ ഞാൻ ചെയ്യുന്ന ഹ്യൂമർ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, എന്തോ ഒരു ഞാൻ അറിയാതെ എന്തോ സംഭവിക്കുന്നില്ല. അത് എനിക്കൊന്നും അത് ഭയങ്കര റിപ്പീറ്റ് വാച്ചുള്ളൊരു സംഗതിയായിട്ടാണ് നിങ്ങളുടെ ഇത് മാറിയിട്ടുള്ളത്. അത് ഒരിക്കലും എനിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലായിടത്തും ഒരു റിയാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് പ്ലാൻ ചെയ്ത് നിവിൻ സംവേർ എന്നെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അത് അയാളും ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്.